നമസ്കാരം. തന്ത്രി കണ്ഠര് രാജീവൻ ഇദ്ദേഹത്തിന് കിട്ടിയത് ഒരു പണിയാണോ, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ കുടുക്കി മറ്റ് പലരും രക്ഷപ്പെടാനുള്ള ശ്രമത്തിലേക്ക്, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ കൊണ്ട് അന്വേഷണം അവസാനിപ്പിച്ച് മറ്റു പലരെയും രക്ഷിച്ചെടുക്കാനുള്ള ശ്രമമാണോ തുടങ്ങിയ ചോദ്യങ്ങൾ മാധ്യമങ്ങളിൽ, സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ തന്നെ ഉയരുന്നുണ്ട്. ഇദ്ദേഹത്തെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ ചില മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് കേട്ടാൽ ഇവരൊക്കെ ഏതോ തമാശ നടന്നതുപോലെ അവരൊക്കെ ഒരുപാടങ്ങ് സന്തോഷിക്കുകയാണ്. ഇദ്ദേഹത്തിന് കണ്ഠര് എന്ന പേര് കിട്ടിയത് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചില ചർച്ചകളൊക്കെ നടത്തുന്നത് കണ്ടു. അത് അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേരാണ്. അത് ആ രീതിയിൽ അദ്ദേഹം അന്യ നാട്ടിൽ നിന്ന്, കേരളത്തിലെ ബ്രാഹ്മണരെല്ലാം തന്നെ കേരളീയ ബ്രാഹ്മണരായ ആളുകളൊക്കെ തന്നെ പരദേശി ബ്രാഹ്മണരാണ്. ഗോവയിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും മംഗലാപുരത്തു നിന്നും ഒക്കെ വന്നവരാണ്. അപ്പം അത്തരത്തിൽ ഉള്ള ആ ഒരു പേരിന്റെ വ്യതിയാനമായിരിക്കാം. പേരിനെ പോലും കളിയാക്കുന്ന രീതിയിൽ ചില ചർച്ചകളൊക്കെ ചില മുഖ്യധാരാ മാധ്യമങ്ങൾ നടത്തുന്നത് കണ്ടു. നാണക്കേട് തന്നെ, അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. അങ്ങനെ കുറ്റപ്പെടുത്തേണ്ട, പേരിനെ പോലും ചൊല്ലി കുറ്റപ്പെടുത്തേണ്ട കാര്യവുമില്ല എന്നാണ്. മാത്രമല്ല ബോഡി ഷേമിംഗ് ഉൾപ്പെടെ നടത്തുന്നത് കേട്ടു പലപ്പോഴും. നിൽക്കട്ടെ, ഈ ഒരു കേസ് നിലനിൽക്കില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പറയുന്നത്. കാരണം ഇതിനകത്ത് അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല. ഇത് അനുജ്ഞ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ, അതിന് അഡ്മിനിസ്ട്രേറ്റീവ് റെക്കോർഡിങ്ങിൽ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള പ്രൊസീജിയറിൽ തന്ത്രിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അദ്ദേഹം കൃത്യമായ കാര്യങ്ങൾ അറിഞ്ഞിട്ടും ആരോട് പറയാനാണ് എന്നുള്ള ചോദ്യവും അവിടെ അവശേഷിക്കുന്നുണ്ട്. മാത്രമല്ല പിണറായി വിജയന് തന്ത്രി കണ്ഠര് രാജീവരോട് ഒരു ചെറിയ വിരോധമുണ്ട്. ഈ ഒരു യുവതീ പ്രവേശനത്തിന് ശേഷം അവിടെ പുണ്യാഹം തെളിക്കുകയും അതുപോലെ തന്നെ യുവതികൾ കയറി വരുമ്പോൾ താൻ നടയടച്ച് സ്ഥലം വിടുമെന്ന് പറയുകയും ഒക്കെ ചെയ്തപ്പോൾ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ്, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പറഞ്ഞതാണ്, എന്താണ് ഇവിടുത്തെ അമ്പലങ്ങളുടെയൊക്കെ താക്കോല് തന്ത്രിയുടെ കോന്തലയിൽ കെട്ടിയിട്ടാണോ നടക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പരിഹസിക്കുകയും അദ്ദേഹത്തെ അവഹേളിക്കുകയും ഒക്കെ ചെയ്തത് ഓർമ്മയുണ്ട്. അതുപോലെ തന്ത്രി ജട്ടിയിടുന്നതിനെ കുറിച്ച് ജി സുധാകരൻ പറഞ്ഞത്, അങ്ങനെ ഇവിടുത്തെ തന്ത്രിമാരെയും അതുപോലെ ക്ഷേത്ര പൂജാരിമാരെയും ഒക്കെ ഒരുപാട് അവഹേളിച്ച ഒരുപാട് നേതാക്കൾ ഇന്നും CPM-ൽ നിലനിൽക്കുന്നുണ്ട്, പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ വരെ. അപ്പം ഇദ്ദേഹത്തോട് ഒരു വ്യക്തിവൈരാഗ്യമോ മറ്റു കാര്യങ്ങളോ ഇവർക്കൊക്കെ ഉണ്ടോ, മുഖ്യമന്ത്രിക്ക് അടക്കമുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടതാണ്. ഇത് നിയമപരമായി ഈ ഒരു കേസ് നിലനിൽക്കില്ല എന്നാണ് അഭിഭാഷകർ പറയുന്നത്. അദ്ദേഹത്തിന്റെ അഭിഭാഷകനും അത് തന്നെയാണ് പറയുന്നത്. ഇത് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ മറ്റു വശങ്ങൾ കൂടി പരിശോധിച്ച ശേഷം കോടതി ആ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കും. അതുവരെ ഇത് ഏത് രീതിയിൽ, ഇദ്ദേഹത്തെ ഇപ്പം ജയിലിലിട്ടു, അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം ദേഹാസ്വാസ്ഥ്യമുണ്ടായി, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ജയിലിൽ കിടക്കുന്നതിന്റെ മാനസികമായ പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമായിരിക്കും എന്നുള്ളതിനപ്പുറം ഇത് ശിക്ഷിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഉള്ള കുറ്റങ്ങൾ നിലനിൽക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ദേവസ്വം ബോർഡിനാണ് ഉത്തരവാദിത്തം. നമ്മൾ നേരത്തെ ഒരു വാർത്തയിൽ പറയുകയും ചെയ്തു. ദേവസ്വം ബോർഡ് അനുമതി നൽകിയിട്ട് തന്ത്രി അതിന്റെ ഒരു ദേവസ്വം ബോർഡിന്റെ ഒരു ഭാഗം പോലുമല്ല, ക്ഷേത്രത്തിന്റെ ഭാഗമാണ്. പക്ഷേ ക്ഷേത്രം ഭരിക്കുന്ന ദേവസ്വം ബോർഡിന്റെ ഭാഗമല്ല. ദേവസ്വം ബോർഡാണ് എല്ലാത്തിന്റെയും കസ്റ്റോഡിയൻ. ദേവസ്വം ബോർഡാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ദേവസ്വം ബോർഡ് പറയുമ്പോൾ തന്ത്രിക്ക് അത് മിണ്ടാതെ നിന്ന് കേൾക്കുകയല്ലാതെ വേറൊന്നും ചെയ്യാനില്ല എന്നാണ്. പിണറായി വിജയന്റെ അപ്രീതിയും CPM നിലപാടും ഇതിന് കാരണമായതായി പറയുന്നു. കുടുക്കിയതാണ് എന്ന് തന്ത്രി കണ്ഠര് രാജീവര് പറഞ്ഞതിലുള്ള കൂട്ടിച്ചേർക്കലാണ് അഭിഭാഷകൻ പറഞ്ഞത്. സ്വർണ്ണപ്പാളിയിൽ തീരുമാനമെടുത്തതും ഉത്തരവാദിയും ദേവസ്വം ബോർഡാണ്. അന്വേഷണം വഴിതിരിച്ചു വിടാനുള്ള ഗൂഢാലോചനയാണ് ഇവിടെ നടന്നത് എന്നാണ് തന്ത്രിയുടെ അഭിഭാഷകൻ ശ്രീ CD അനിൽ പറയുന്നത്. വിഷയം പരിശോധിച്ച് നിലപാട് ആണെന്നാണ് പന്തളം കൊട്ടാരം, ശബരിമല കർമ്മസമിതി, ഹിന്ദു ഐക്യവേദി, തന്ത്രസമാജം, യോഗക്ഷേമ സഭ തുടങ്ങിയ സംഘടനകളുടെ നിലപാട്. പക്ഷേ തന്ത്രിയെ കുടുക്കി എന്നാണ് വിലയിരുത്തൽ. 51-ൽ ക്ഷേത്രം പുനർനിർമ്മിച്ചപ്പോൾ 18-ാം പടിയും ശ്രീകോവിലും അടക്കം കരിങ്കല്ലായിരുന്നു. ചെമ്പുപാളിയും സ്വർണം പൊതിയിലുമെല്ലാം പിന്നീട് വന്ന ആഡംബരങ്ങളാണ്. ഇതിൽ ആചാരങ്ങളില്ല. ബോർഡ് തീരുമാനിച്ചു കൊണ്ടുപോയതിൽ തന്ത്രിക്ക് ഇടപെടാനാകില്ല. അതൊരു നിയമപരമായ കാര്യമാണ്. ഇത് ആചാരപരമായി ചെയ്ത കാര്യങ്ങളൊന്നുമല്ല. ഇതൊക്കെ ആഡംബരത്തിന്റെ ഭാഗമായി ചെയ്തതാണ്. ഒരു ക്ഷേത്രത്തിന്റെ നടപ്പന്തലും അല്ലെങ്കിൽ ശ്രീകോവിലും അതുപോലെ വാതിലും ദ്വാരപാലക ശില്പങ്ങളൊന്നും സ്വർണം പൊതിയണമെന്ന് ഒരു ആചാരത്തിലും ഇല്ല. കേരളത്തിലെ നല്ല ഒരിടത്തെയും ഇല്ല. അതൊക്കെ ഓരോ ആഡംബരത്തിന് ചെയ്യുന്നതാണ്. അതിനൊക്കെ തീരുമാനമെടുക്കുകയും അതിന്റെ കാര്യങ്ങൾ നോക്കുകയും ചെയ്യുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡുകളാണ്. അപ്പം ആ സാധനം എടുത്തുകൊണ്ട് പോയാൽ തന്ത്രിക്ക് എന്ത് ഉത്തരവാദിത്വം ഉണ്ടോ? ഉത്തരവാദിത്വം നിയമപരമായി ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ വാദിക്കുന്നത്. യുവതീ പ്രവേശന ശുദ്ധിക്രിയയിലെ പിണറായിയുടെ അതൃപ്തിയും തന്ത്രിക്കെതിരെ സമീപകാലത്തെ CPM നിലപാടുകളും ഒക്കെ തന്നെ ഇദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഹൈക്കോടതി നിരീക്ഷണത്തിലാണ് അന്വേഷണമെങ്കിലും ഉദ്യോഗസ്ഥർ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ളവരാണ് എന്നും അനൌദ്യോഗികമായി പറയുന്നുണ്ട്. താഴവൻ കുടുംബത്തിൽ നിന്ന് ഔദ്യോഗിക പ്രതികരണമൊന്നും ഇതുവരെ ഉണ്ടായിട്ടുമില്ല. അപ്പം ഇത് ഒരു നടക്കൊന്നും പോകുന്ന ലക്ഷണമില്ല. തീർച്ചയായിട്ടും ഇത് വിശദമായി തന്നെ കാര്യമായി തന്നെ അന്വേഷിച്ചു കഴിഞ്ഞാൽ
മറ്റു പലരിലേക്കും ചെന്നെത്തും എന്നതുകൊണ്ട് തന്ത്രിയുടെ അറസ്റ്റ് ഒരു വിവാദമാക്കി മാറ്റി അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ ശ്രദ്ധയൂന്നി ഈ ഒരു പരിപാടി ഇങ്ങനെ ഇലക്ഷൻ വരെ തുടരാനുള്ള ചില ശ്രമങ്ങളാണ് നടക്കുന്നത് എന്നും പറയപ്പെടുന്നുണ്ട്. എന്തൊക്കെയായാലും ഇത് നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെയൊന്നും ഒരു നടക്കി പോകുന്ന ലക്ഷണം ഇപ്പോൾ കാണുന്നില്ല. അന്വേഷണം തീർച്ചയായിട്ടും കൃത്യമായ പാതയിലൂടെയാണ് എന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ പോലും ഇദ്ദേഹത്തെ ഏതെങ്കിലും രീതിയിൽ ട്രാപ്പിലാക്കിയതാണോ എന്നുള്ള കാര്യവും മറ്റു കാര്യങ്ങളും ഒക്കെ തീർച്ചയായിട്ടും കോടതിയും കൂടി പരിശോധിക്കും എന്ന് തന്നെയാണ് നമ്മളും കരുതുന്നത്.